ഞാൻ അന്തമാൻ ദ്വീപിൽ ഇവിടെ വന്ന് പഠിക്കുന്നത് വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനമാണ്. കുറേ കുട്ടികൾ എന്നോട് ചോദിക്കും, എന്തിനാ ഇത്ര ദൂരത്തിന് വന്നിട്ട് ഇവിടെ പഠിക്കുന്നത്? അവിടെ സെയ്ത്തൂനിക്ക് വരുന്നതിന് മുമ്പ് കൊറോണന്റെ ആ സമയത്ത് ഫുൾ ടൈം ഗെയിമായി, അങ്ങനെ ഒരു ഫോൺ അഡിക്റ്റ് ആയിരുന്നു. ഞാൻ ഇവിടെ സെയ്ത്തൂനിൽ 8ാം ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ഹൈസ്കൂൾ പ്രോഗ്രാമിലൊന്നല്ല ജോയിൻ ചെയ്തത്. ഇവിടെ സെയ്ത്തൂൻ ജൂനിയർ പ്രോഗ്രാം എന്നിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എൻട്രൻസ് കോച്ചിങ് ഉണ്ട് പറഞ്ഞപ്പോൾ വെറും ഒരു പേരിനുള്ള കോച്ചിങ് അല്ല, അവിടെ നല്ല രീതിക്ക് തന്നെ സീരിയസ് ആയിട്ട് കോച്ചിങ് ചെയ്യുന്നുണ്ട്. അതിനുള്ള മെറ്റീരിയൽ ഉണ്ട്, നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. അതേപോലെ എക്സാം വീക്കിലി ടെസ്റ്റ് എപ്പോഴും നടത്തുന്നുണ്ട്. ആ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗതികേട് വരുന്നില്ല. അങ്ങനെ ട്രാക്കിൽ ഇങ്ങനെ മെല്ലെ നമ്മളിങ്ങനെ കയറി വരികയാണ്. ഏതൊരു പഠിക്കാത്ത കുട്ടിയായാലും ആ ട്രാക്കിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കയറി ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞാൽ സാധാരണ ഒരു കളിഭ്രാന്തനാണ്. പക്ഷെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നൊക്കെ ആയിട്ടുമ്പോൾ ഞാൻ കരുതിയത് ഒരു ജയിൽ വൈബേക്കാരെന്ന് കരുതിയത്. ജയ്ത്തൂനിലെ അക്കാഡമിക് ടഫാണോ ചോദിച്ചാൽ ടഫാണ്. പക്ഷേ ഈ ടഫിനെ മറികടക്കാനാണ് വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ ക്യാമ്പസ് ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് സ്റ്റഡീസ് മാത്രമല്ല, നമുക്ക് ഓരോ ബിസിനസ്സായിട്ടുള്ള ഓരോ ഐഡിയാസ് തരുന്ന ഒരു ബാച്ചാണ് ജയ്ത്തൂൻ കൊമേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ജയ്ത്തൂൻ ആഫ്ലിനക്ക് നല്ലൊരു അവസരം തന്നെയാണ്. ഞാൻ പഠിക്കാൻ നല്ല മുന്നിലായിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവണത്, ഇവിടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിൻ്റെ ഒപ്പം നല്ല ഇസ്ലാമിക് എഡ്യൂക്കേഷനും നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും കുറേ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരാഴ്ചയിൽ 2 പീരീഡ് പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുണ്ട്. ബോത്ത് ലാംഗ്വേജസിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഇപ്പോൾ സെയ്ത്ത് വന്നതിന് ശേഷം ദിവസത്തിൽ 2 നേരം കൃത്യമായി ഖുർആൻ ഓതലുണ്ട്. അതോട്ട് കിട്ടുന്ന ഒരു റാഹത്ത്, അതൊരു വേറെ ഫീലിംഗ് ആണ്. അതിൻ്റെ ഒരു ശുക്ർ അല്ലാഹു എപ്പോഴും ഉണ്ടാവും. എല്ലാ ഇസ്ലാമിക് എന്ത് വരികയാണെങ്കിലും ഫസ്റ്റ് എല്ലാത്തിനും നമുക്ക് ഒരു പരിഗണന ഉണ്ടാവും. ഇവിടെ EDP, പ്രാക്ടിക്കം, പിന്നെ കൊമേഴ്സ് സർക്കിൾ, അങ്ങനെ പലതായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്യലാണ്. പിന്നെ EDP എന്ന് പറയുന്നത് നമ്മളായിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് നമ്മൾ കണ്ടുപിടിക്കും, അത് മറ്റുള്ളവരെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഇതാണ്. റിസർച്ച് സ്കൂൾ ഓഫ് ഇന്ത്യ അവിടെ അതായത് വെച്ചാൽ ഈ ഇൻ്റർ സ്കൂൾ ഫെസ്റ്റാണ്. അതിൽ പോലും ജയ്ത്തൂനാണ് ഫസ്റ്റ് ഈ വർഷം ലഭിച്ചത്. അതിന് പുറമെ സ്പോർട്സ് ആയാലും അതിൽ തന്നെ ബാഡ്മിൻ്റൺ, ചെസ്സ് പോലെയുള്ള പല സ്പോർട്സ് മീറ്റിലും ജയ്ത്തൂനാണ് ഫസ്റ്റ് കിട്ടിയത്. ഇതൊക്കെ കുട്ടികളിൽ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാണ്. പെണ്ണ് പോലും പിടിക്കാൻ അറിയാത്ത എന്നെ ഇത്രയും നല്ല കാലിഗ്രഫി ആർട്ടിസ്റ്റ് ആക്കിയത് ജയ്ത്തൂനാണ്. എൻട്രൻസിൻ്റെ സ്റ്റുഡൻസ് വെച്ചിട്ട് ഭയങ്കര സ്ട്രെസ്സൊന്നും ഇല്ല. സാധാരണ പോലെ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള പഠിപ്പൊന്നുമല്ല. ഇവിടെ അതിന് മാത്രമുള്ള വൈബുണ്ട്, കാര്യങ്ങൾ, നമുക്ക് കളിയുണ്ട്, ഈവനിങ് കളിയുണ്ട്, നല്ല ഫുഡുണ്ട്, എല്ലാം കൊണ്ട് നമ്മൾ സെറ്റാണ്. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് തന്നെ ചെറിയ ലീഗൊക്കെ തുടങ്ങി. ZPL എന്നാണ് ജയ്ത്തൂൻ പ്രീമിയർ ലീഗ് എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് നാട്ടിലും ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ആ ഫ്രണ്ട്സിനോട്ട് ഒരു ഇസ്ലാമികമായ ബന്ധം, സ്പിരിച്വലായ ബന്ധം എങ്ങനെ ഉണ്ടാക്കുക, അതെനിക്ക് ജയ്ത്തൂൻ വന്നതിൻ്റെ ശേഷമാണ് മനസ്സിലായത്. ആ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഇസ്ലാമികമായ ബന്ധമുണ്ട്, അത് വേറൊരു ഫീലിംഗ് ആണ്, വേറൊരു ഹാപ്പിനെസ് തോന്നുന്നു. ഒരു ഉസ്താദിൻ്റെ കീഴിൽ ദൗറകൾ കൃത്യമായി നടക്കുന്നുണ്ട്. പ്രാക്ടിക്കം 2 തരത്തിലാണുള്ളത്. ഒന്ന് ഇൻഹൗസ് പ്രാക്ടിക്കും ഔട്ട്ഡോർ പ്രാക്ടിക്കാണുള്ളത്. അതിൽ ഇൻഹൗസ് എന്ന് പറയുന്നത് നമ്മൾ 2 ടീമായിട്ട് തിരിച്ച് നമ്മൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ് ഇൻഹൗസ് പ്രാക്ടിക് എന്ന് പറയുന്നത്. ഔട്ട്ഡോർ പ്രാക്ടിക് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ പോയി അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസും അതൊക്കെ മനസ്സിലാക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ് നമ്മൾ ഔട്ട്ഡോർ പ്രാക്ടിക് എന്ന് പറയുന്നത്. ഒരു ജയ്ത്തൂൻ നോളജ് ഫെസ്റ്റ് എന്ന പരിപാടി കൂടി നടന്നു. അതെന്താ ഒരു PG ലെവൽ പ്രോഗ്രാമാണ്. അതിൽ കുട്ടികൾ പ്രൊഡക്റ്റീവായിട്ട് ധാരാളം വിവരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. കോളേജിൽ പോകുന്ന മുമ്പ് തന്നെ ഇതൊക്കെ കിട്ടാനുള്ളത് വളരെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണ് ജയ്ത്തൂൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ വന്നപ്പോഴൊക്കെ ഉമ്മാനിപ്പാനി മിസ് ചെയ്യുമോ, ഹോം സിക്നെസ് ഒക്കെ ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ആ എൻവിറോൺമെൻ്റ് ഒക്കെ ഹോംലി ഫീലിംഗ് ആണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്ത് തരും, ഒരു നല്ല ഫ്രണ്ട്ലിയാണ്,
ഒരു പാരൻസിനെ ഓൾമോസ്റ്റ് റിപ്ലേസ് ചെയ്യാൻ നടക്കണ്ട്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരെ ചെയ്തു തരും. ഞാൻ ഇവിടെ ജയ്ത്തൂനിലോട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പത്തെ ഒരു അക്കാഡമിക് ലെവലും ഇപ്പം ഇങ്ങോട്ട് വന്നതിന് ശേഷമുള്ള ഒരു അക്കാഡമിക് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഡിഫറൻസ് തന്നെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെറുതെ +2 നല്ല മാർക്ക് മാത്രമല്ല, നമുക്ക് ഭാവിയിൽ ബിസിനസ് ഫീൽഡിലൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പ്രാക്ടീസ് കിട്ടൽ അവിടെ വളരെ ഉപകാരപ്പെടും. നല്ല സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടായിട്ട് കൂടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താ, ഇത്രത്തോളം പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്ത് തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. നല്ല പഠിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജയ്ത്തൂന് എൻട്രൻസ് കോച്ചിങ്ങിന് നല്ലൊരു വേർത്തായ സെൻ്ററാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും പറയും എന്താ പ്ലേ ആൻഡ് എൻജോയ് ദ ലൈഫ് എന്നാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് സ്റ്റഡി ആൻഡ് എൻജോയ് ദ ലൈഫാണ് ഞാൻ പഠിച്ചത്.